എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് നേരിട്ട ഞെട്ടിക്കുന്ന തോൽവിയുടെ ആഴങ്ങളിലേക്ക് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ. 99% ജയസാധ്യതയുണ്ടായിരുന്ന ഈ മത്സരം കൈവിട്ടപ്പോൾ യശസ്വി ജയ്സ്വാളിന്റെ കണ്ണീർ ആരാധകരുടെ ഹൃദയം തകർത്തു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന IPL 2025 36ാം മത്സരം ക്രിക്കറ്റ് ലോകത്തെ സ്തബ്ധമാക്കി. ടോസ് നേടിയ ലക്നൌ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് അവർ കണ്ടെത്തി. എയ്ഡൻ മാർക്രം 45 പന്തിൽ 66 റൺസും ആയുഷ് ബദോനി 34 പന്തിൽ 50 റൺസും നേടി 76 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്തി. അവസാന ഓവറിൽ അബ്ദുൾ സമദ് 10 പന്തിൽ 30 റൺസ് അടിച്ചുകൂട്ടി സന്ദീപ് ശർമ്മയെ തല്ലിത്തകർത്തു. 181 റൺസിന്റെ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ യശസ്വി ജയ്സ്വാളിന്റെയും 14-കാരനായ അരങ്ങേറ്റക്കാരൻ വൈഭവ് സൂര്യവംശിയുടെയും തീപ്പൊരി തുടക്കത്തോടെ വിജയം ഉറപ്പിച്ചതായി തോന്നി. വൈഭവ് ആദ്യ പന്തിൽ തന്നെ 6 പറത്തി 20 പന്തിൽ 34 റൺസ് നേടി IPLലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ചരിത്രം രചിച്ചു. ജയ്സ്വാൾ 52 പന്തിൽ 74 റൺസ് അടിച്ചുകൂട്ടി റിയാൻ പരാഗിനൊപ്പം 17 ഓവറിൽ 156 എന്ന നിലയിലെത്തിച്ചു. 18 പന്തിൽ 25 റൺസ് മാത്രം വേണ്ടിയിരുന്നപ്പോൾ വിജയം കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ ആവേശ് ഖാൻ മാന്ത്രികോടി വീശി. 4 ഓവറിൽ 37 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തി രാജസ്ഥാന്റെ സ്വപ്നങ്ങൾ തല്ലിത്തകർത്തു. രാജസ്ഥാൻ 178ൽ 5 വീണു. വെറും 2 റൺസിന്റെ തോൽവി. സ്റ്റേഡിയം നിശബ്ദമായി. ആരാധകരുടെ കണ്ണുകൾ ഇരണിഞ്ഞു. സഞ്ജു സാംസന്റെ പരിക്ക് ടീമിന്റെ തന്ത്രവും മനോവീര്യവും തകർത്തതായി വ്യക്തമായി അവിടെ കാണാനാകും. താൽക്കാലിക ക്യാപ്റ്റനായ റിയാൻ പരാഗ് വിജയത്തിനായി ശ്രമിച്ചെങ്കിലും സഞ്ജുവിന്റെ നേതൃത്വവും ഫിനിഷിംഗ് മികവും അടങ്ങുന്ന അഭാവം നികത്താനായില്ല. മത്സരശേഷം യശസ്വി ജയ്സ്വാൾ ഹൃദയം തുറന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ മത്സരം 99% ഞങ്ങളുടേതായിരുന്നു. പക്ഷേ എങ്ങനെ തോറ്റുവെന്ന് എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. വൈഭവും ഞാനും വിജയം കൈയെത്തും ദൂരത്തെത്തിച്ചു. പക്ഷേ വിക്കറ്റുകൾ വീണതോടെ ടീം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ഹെറ്റ്മേറും ജൂറലും നിരാശപ്പെടുത്തി. ആവേശ് ഖാന്റെ ബൌളിംഗ് അവിശ്വസനീയമായിരുന്നു. അതുപോലെ സഞ്ജുവിന്റെ അഭാവവും ഞങ്ങളെ തളർത്തി. അവന്റെ ശാന്തതയും ഫിനിഷിംഗ് കഴിവും ഉണ്ടായിരുന്നെങ്കിൽ ഈ മത്സരം ഞങ്ങൾ തിരിച്ചുപിടിച്ചേനെ. ഈ തോൽവി ഹൃദയത്തിൽ തറച്ചു. പക്ഷേ ഞങ്ങൾ ശക്തമായി തിരിച്ചുവരും. ആവേശ് ഖാൻ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ അരങ്ങേറ്റം ഭാവിയിലെ സൂപ്പർ താരത്തെ സൂചിപ്പിക്കുന്നു. ഈ ഹൃദയഭേദ തോൽവി എന്താണ് പറയുന്നത്? സഞ്ജു സാംസന്റെ അഭാവം രാജസ്ഥാന്റെ തോൽവിക്ക് മുഖ്യ കാരണമായോ? അതുപോലെ സഞ്ജുവും ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ കമ്പയർ ചെയ്താൽ മികച്ച ക്യാപ്റ്റൻ ആര്? താഴെ കമന്റിൽ നിങ്ങളുടെ ആവേശം തുളുമ്പുന്ന അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. എപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്.